യേശു അവരോട് ഉപമകളിലൂടെ സംസാരിച്ചു തുടങ്ങി. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് നല്ല നിലത്ത് വീണു. അത് 30, 60, 100 മേനിയായി വിളഞ്ഞു. ഒടുവിൽ യേശു അവരോട് പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് വചനം വിതയ്ക്കുന്നത്. വചനം ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവം അയച്ച കാര്യം സാധിപ്പിക്കാനാണ്, നമ്മെ അനുഗ്രഹിക്കാനാണ്, നമ്മുടെ കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കാനാണ്. എന്താണ് നല്ല നിലത്ത് വീണു എന്നതിന് യേശു കൊടുത്ത മറുപടി? നല്ല നിലത്ത് വീണത് ദൈവവചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാകുന്നു. അത് 30, 60, 100 മേനിയായി വിളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, അതിന് വിളവുണ്ടാകും, 100 മേനി വിളവുണ്ടാകും. യേശുക്രിസ്തു രക്ഷകനാണ് എന്ന തിരുവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് പകരമായി യേശു മരിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവം നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള വാക്കുകൾ നിങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ 100 മേനി വിളവുണ്ടാകും. യേശുവേ, അവിടുന്ന് ഈ താണലോകത്തിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഞാൻ മരിക്കേണ്ടതിന് പകരമാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് പാപത്തെയും മരണത്തെയും ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവേ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്. യേശുവേ, അവിടുന്ന് ഇന്നു മുതൽ എൻ്റെ കർത്താവാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാ തുറന്ന് നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും മക്കളിലുമെല്ലാം 100 മേനി വിളവ് വെളിപ്പെടാൻ പോവുകയാണ്. നല്ല നിലത്ത് വീണത് വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാകുന്നു. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.